ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് 2025 മെയ് മാസം 7-ാം തീയതി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുമ്പോൾ കോൺക്ലേവിനെ സംബന്ധിച്ച് ചില സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളും ചില കൗതുകകരമായിട്ടുള്ള ചില വിശേഷങ്ങളും. നമ്മളോട് പറഞ്ഞതുപോലെ 2025 മെയ് മാസം 7-ാം തീയതി വൈകിട്ട് 4:30 തന്നെയായിരിക്കും കോൺക്ലേവ് ഒഫീഷ്യലായിട്ട് ആരംഭിക്കുക. പൗളിൻ ചാപ്പലിൽ നിന്നും കാർഡിനൽസ് പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലെത്തുന്നു. പിന്നീട് അവർ ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. കോൺക്ലേവിൻ്റെ നടപടികളിലേക്ക് കടക്കുന്നു. പ്രധാനമായും ഓരോ ദിവസവും 4 വോട്ടിംഗ് ആയിരിക്കും കാർഡിനൽസ് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുക. നമുക്ക് അവർ നടത്തുന്ന വോട്ടിങ്ങിനെ ബാലറ്റ് എന്ന് ഇനി നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യ ദിനം, അതായത് 2025 മെയ് മാസം 7-ാം തീയതി ആദ്യ ദിനത്തിൽ തന്നെ ആദ്യത്തെ വോട്ടിംഗ് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മളിത് പറയുന്നത് കഴിഞ്ഞ കോൺക്ലേവുകളുടെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ട്രെൻഡ്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യ ദിനത്തിൽ നടക്കുന്ന ആ ഒരു വോട്ടിങ്ങിനെ നമുക്ക് ഫസ്റ്റ് ബാലറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഈ ആധുനിക കാലഘട്ടത്തിലെ കോൺക്ലേവുകളുടെ ചരിത്രം നാം നോക്കുമ്പോൾ ഫസ്റ്റ് ബാലറ്റിൽ ഇതുവരെ ഒരു പോപ്പും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ചരിത്രത്തിലെ ഏറ്റവും ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത് 1503 നടന്ന 1503 ഒക്ടോബർ മാസം 31-ാം തീയതി നടന്ന പോപ്പ് ജൂലിയസ് രണ്ടാമനെ തിരഞ്ഞെടുത്ത ആ ഒരു കോൺക്ലേവ് ആയിരുന്നു. വെറും 10 മണിക്കൂർ മാത്രമാണ് ആ ഒരു കോൺക്ലേവ് നീണ്ടു നിന്നത്. പിന്നീട് വരുന്ന ഓരോ ദിവസവും ഉച്ചയ്ക്ക് മുമ്പ് 2 തവണ വോട്ടിംഗ് ഉണ്ടാവും. ആ വോട്ടിങ്ങിൽ പോപ്പിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് 2 തവണ വോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്കിനി ഫസ്റ്റ് ബാലറ്റ്, സെക്കൻഡ് ബാലറ്റ്, തേർഡ് ബാലറ്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ നടത്തുന്ന വോട്ടിങ്ങിൽ ഈ കഴിഞ്ഞ കോൺക്ലേവിൻ്റെ ഒരു ട്രെൻഡ് നാം നോക്കുമ്പോൾ ഏതെല്ലാം സമയത്ത് ഈ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും ആ ഒരു പുക ഉയരും എന്ന് നാം നോക്കുമ്പോൾ രാവിലെ 10:30 ആദ്യത്തെ വോട്ടിങ്ങിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നീട് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും. പിന്നെ വൈകിട്ട് 5 മണി, രാത്രി 7 മണി. മുൻ കോൺക്ലേവുകളുടെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് അതാത് ബാലറ്റുകളുടെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി കണ്ടിന്യൂസ് ആയി 3 ദിനത്തിലെ വോട്ടിങ്ങിലും പാപ്പയെ തിരഞ്ഞെടുക്കാൻ കാർഡിനൽസിന് സാധിച്ചില്ലെങ്കിൽ കാർഡിനൽസ് ഒരു ദിവസത്തെ ബ്രേക്ക് എടുക്കും. ആ ദിവസം അവർ പ്രാർത്ഥനയ്ക്കും വിചിന്തനങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കും. അന്നേ ദിനം കാർഡിനൽ കോളേജിൻ്റെ പ്രോട്ടോ ഡീക്കനായി സേവനം ചെയ്യുന്ന കാർഡിനൽ ഡൊമിനിക് അദ്ദേഹം കാർഡിനൽസിന് ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കും. പിന്നീട് ആ ഒരു വോട്ടിംഗ് തുടരും. ഇനി നമുക്ക് മുൻ കോൺക്ലേവുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത ആ ഒരു കോൺക്ലേവ് 2 ദിനമാണ് നീണ്ടു നിന്നത്. ആ ഒരു കോൺക്ലേവിൽ 5 ബാലറ്റിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു ഓരോ കോൺക്ലേവിൻ്റെയും ആ ഒരു റിസൾട്ട്, ആ ഒരു ദൈർഘ്യം, അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നാം കണക്കിലെടുത്ത് വേണം അതിൻ്റെ ഒരു ദൈർഘ്യവും അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന ആ ഒരു ദിനം അല്ലെങ്കിൽ ആ ഒരു സമയം കൂടി നമ്മൾ പരിശോധിക്കാം. മാത്രമല്ല 2013 നമുക്കറിയാം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാജ്യപ്രഖ്യാപനം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാർപ്പാപ്പയുടെ ആ ഒരു ഫ്യൂണറൽ, അത്തരത്തിലുള്ള സെറിമണീസ് ഒന്നും നടന്നിരുന്നില്ല. പിന്നീട് 2013 മാർച്ച് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് കൂടുന്നു. 2 ദിവസത്തിനുള്ളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു. അതായത് 5-ാമത്തെ ബാലറ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി പോപ്പ് ബെനഡിക്റ്റിനെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതിനും ആ കോൺക്ലേവും അടുത്ത കാലത്തെ ചരിത്രത്തിലെ ഒരു ഷോർട്ടസ്റ്റ് കോൺക്ലേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 2 ദിവസം തന്നെയാണ് ആ ഒരു കോൺക്ലേവും നീണ്ടു നിന്നത്. പക്ഷേ 4 ബാലറ്റിനുള്ളിൽ തന്നെ പോപ്പ് ബെനഡിക്റ്റിനെ തിരഞ്ഞെടുത്തു. കാരണം പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ ദേഹവിയോഗത്തിന് ശേഷം, അദ്ദേഹം ദീർഘകാലമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സ്വാഭാവികമായിട്ടും അടുത്ത ഒരു പേപ്പൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരാണ് പോപ്പ് ബെനഡിക്റ്റ്. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു പോപ്പ് ബെനഡിക്റ്റ്. അതുകൊണ്ട് തന്നെ ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു കോൺക്ലേവ് അധിക ദിവസം നീണ്ടു നിന്നില്ല. വെറും 4 ബാലറ്റിനുള്ളിൽ തന്നെ പോപ്പ് ബെനഡിക്ട് 16-ാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കോൺക്ലേവിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കോൺക്ലേവ് നടക്കാനുള്ള ഒരു പശ്ചാത്തലം, പോപ്പ് ജോൺ പോൾ ഒന്നാമൻ വെറും 33 ദിവസം മാത്രം നീണ്ടു നിന്ന ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ ആ ഒരു പേപ്പസി, അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ട്, പോപ്പ് ജോൺ പോൾ ഒന്നാമൻ എലക്ട് ചെയ്യപ്പെട്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ഒരു കോൺക്ലേവ് നടക്കുന്നത്.
3 ദിവസം എടുത്തു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ. അത് 8 ബാലറ്റിലൂടെയാണ്, അതായത് 8 തവണത്തെ ഒരു വോട്ടിങ്ങിന് ശേഷമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. ഇനി പോപ്പ് ജോൺ പോൾ ഒന്നാമൻ്റെ കേസിൽ സംഭവിച്ചത് 1978 ഓഗസ്റ്റ് മാസം ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് 4 ബാലറ്റിനുള്ളിൽ തന്നെ പോപ്പ് ജോൺ പോൾ ഒന്നാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് കോൺക്ലേവ് എന്ന് പറയുന്നത് 1268 മുതൽ 1271 വരെ നടന്ന ഒരു കോൺക്ലേവാണ്. അതായത് പോപ്പ് ക്ലെമൻ നാലാമൻ്റെ മരണശേഷം പോപ്പ് ഗ്രിഗറി 10 തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കോൺക്ലേവാണ് വൺ ഓഫ് ദി ലോങ്ങസ്റ്റ്, അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് കോൺക്ലേവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കോൺക്ലേവ് അതാണ്. ഇനി 1846 മുതൽ ഈ 2025 വരെയുള്ള ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ 12ഓളം മാർപ്പാപ്പമാരാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യ ആ ഒരു പദവി അലങ്കരിച്ചത്. ആ ചരിത്രം നോക്കുമ്പോൾ, ആ കോൺക്ലേവുകളുടെ ചരിത്രം നോക്കുമ്പോൾ 2 ദിവസം മുതൽ 5 ദിവസം വരെ, 1846 ശേഷം 2 ദിവസം മുതൽ 5 ദിവസം വരെ സമയം ഈ കോൺക്ലേവുകൾക്ക് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ, അതായത് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു ഷോർട്ടസ്റ്റ് കോൺക്ലേവ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് 1939 കോൺക്ലേവാണ്. ഒരു പക്ഷേ തീർച്ചയായിട്ടും കോൺക്ലേവുകളുടെ ആ ഒരു ദൈർഘ്യം അത് ദൈവം കർത്താവ് തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥന ശക്തമാക്കാം. അത് 1 ദിവസം ആയിക്കോട്ടെ, 2 ദിവസം ആയിക്കോട്ടെ, 5 ദിവസം ആയിക്കോട്ടെ. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കാർഡിനൽ കോളേജിന് സാധിക്കട്ടെ, കാർഡിനൽസിന് സാധിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കാർഡിനൽസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഒരു ആഹ്വാനം തന്നെ നടത്തിയിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അവരെ ഭരമേൽപ്പിക്കാൻ. പരിശുദ്ധാത്മാവ് പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങളിലെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ആ ഒരു നടപടിക്രമങ്ങളെ പരിശുദ്ധാൽ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വത്തിക്കാൻ ചതുരത്തിൽ നിന്നും ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്.